പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വലിയ പൊട്ടിത്തെറിയും വഴക്കും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നന്ദിനി മാഷിന്റെ മുന്നിലേക്ക് എത്തിയത്. താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും അവൾ കരുതി. എന്നാൽ നന്ദിനിയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തികച്ചും ശാന്തമായാണ് മാഷ് പെരുമാറിയത്. മക്കൾക്ക് തോന്നാത്ത സ്നേഹവും ഉത്തരവാദിത്വവും വേറെ ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്ന മാഷിന്റെ വാക്കുകൾ നന്ദിനിക്ക് വലിയൊരു തിരിച്ചടിയായി. മറുപടിയില്ലാതെ ദേഷ്യവും അപമാനവും കടിച്ചമർത്തി നന്ദിനി അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് കണ്ട് നിങ്ങളുടെ കുതന്ത്രങ്ങളൊക്കെ അവിടെ നടക്കട്ടെ എന്ന ഭാവത്തിൽ മാഷ് മനസ്സിൽ പറഞ്ഞു. ഇത് കണ്ട് സന്തോഷത്തോടെ വേദയുടെ മനസ്സ് നിറഞ്ഞു. അവൾ സ്നേഹത്തോടെയും ആദരവോടെയും കൂടി മാഷിനെയും കമലത്തെയും മാറി മാറി നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരു വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. പിന്നീട് ആ വീട്ടിൽ നടന്നത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. വിശ്വനും ശ്രീജയും വേദയും ചേർന്ന് വിക്രമിന്റെ പഴയ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. കാലങ്ങളായി പൊടി പിടിച്ചു കിടന്നിരുന്ന ആ മുറി അവരുടെ 3 പേരുടെയും അധ്വാനത്തിൽ പതുക്കെ രൂപം മാറി. മാറാലകൾ നീങ്ങി, തറ തുടച്ച് വൃത്തിയാക്കി, പുറത്ത് പെയിന്റ് അടിച്ച് വെളിച്ചവും കാറ്റും കടക്കുന്ന മനോഹരമായ ഒരു മുറിയായി അതിനെ അവർ മാറ്റിയെടുത്തു. 3 പേരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചപ്പോൾ ആ മുറിക്ക് പുതിയൊരു ജീവൻ വച്ചു. പണി പൂർത്തിയായപ്പോൾ മാഷും കമലയും അങ്ങോട്ടേക്ക് വന്നു. ആ മുറിയുടെ പുതിയ രൂപം കണ്ട് അവർ പോലും അത്ഭുതപ്പെട്ടു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകളെല്ലാം വിടർന്നു. വേദയെ നോക്കി അവർ സ്നേഹത്തോടെ ചിരിച്ചു. മാഷിന്റെ മനസ്സിൽ സ്വന്തം മകന്റെ മുറി ഇങ്ങനെയൊക്കെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം തോന്നി. വേദമെല്ലെ കമലത്തിന്റെ അരികിലേക്കെത്തി സ്വകാര്യം പോലെ ചോദിച്ചു, അമ്മേ, നമുക്കിനി വിക്രമേട്ടനെയും കൂടി വിളിച്ച് കാണിച്ചാലോ? ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. എന്തായാലും ഇതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. അതിനുശേഷം വേദ മാഷിന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന് ഇതിലെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന് അവൾ ഭയന്നിരുന്നു. എന്നാൽ പൂർണ്ണ സമ്മതം എന്നർത്ഥത്തിൽ വളരെ സൗമ്യമായി മാഷകത്തേക്ക് നടന്നുപോയി. അത് വേദക്ക് വല്ലാത്ത ആശ്വാസവുമായി. കമല സന്തോഷത്തോടെ പറഞ്ഞു, മോളെ, നീ അവനെ വിളിക്ക്. അവൻ ഇത് കാണുമ്പോൾ ശരിക്കും ഞെട്ടും. തീർച്ചയായിട്ടും അവനെ ഞെട്ടിക്കണം. അവൻ ഒത്തിരി സന്തോഷമായിരിക്കും. ഇത് അവൻ്റെ മുറിയല്ലേ, ഞാൻ വേഗം പോയി അവന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അങ്ങനെ കമലമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോകുന്ന സമയത്തിന് ഇതെല്ലാം കണ്ട് അസൂയയും ദേഷ്യവും സഹിക്കാനാവാതെ അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ടായിരുന്നു നന്ദിനി. വേദ അതൊന്നും കാര്യമാക്കാതെ ഫോൺ എടുത്ത് നേരെ വിക്രമിനെ വിളിച്ചു. ആ സമയത്തിന് വിക്രം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയിലുടനീളം അവൻ്റെ ചിന്തകളിൽ വേദ മാത്രമായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ ചിരി, കുസൃതികൾ, തമാശകൾ, കരുതൽ എല്ലാം അവൻ്റെ മനസ്സിലൂടെ ഒരു സിനിമ പോലെ കടന്നുപോയി. ഇടയ്ക്ക് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഒടുവിൽ ബൈക്ക് നിർത്തി വിക്രം സ്വയം ചോദിച്ചു, എനിക്കിത് എന്ത് പറ്റി? ഞാനെന്താ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ? എൻ്റെ മനസ്സിൽ പ്രണയം മുട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇപ്പോഴും അവളുടെ മുഖം എൻ്റെ മനസ്സിലിങ്ങനെ തെളിയുന്നത്? അവൻ്റെ ചിന്തകൾക്ക് മറുപടി എന്നോണം വേദയുടെ കോള് വന്നു. ഫോണിൻ്റെ സ്ക്രീനിൽ വേദയുടെ പേര് കണ്ടതോടുകൂടി തന്നെ വിക്രമിൻ്റെ മുഖം പ്രകാശിച്ചു. ചിരിച്ചുകൊണ്ട് അവൻ ഫോൺ എടുത്തു. ആഹാ, എന്താ വേതാളം വിളിച്ചത് എന്ന് കുസൃതിയോടെ അവൻ ചോദിച്ചു. ഏയ് സ്വാമിയെ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. വേദയുടെ മറുപടിയിൽ കപട ദേഷ്യം കലർന്നിരുന്നു. വിക്രം ചിരിച്ചുകൊണ്ട് തിരുത്തി, എന്നാ പറയൂ, എന്താ കാര്യം വനിതാരത്നമേ? അച്ഛൻ നിങ്ങളെ ഉണ്ണാൻ വിളിക്കുന്നു, വേദ പറഞ്ഞു. വിക്രമിന് അത് വിശ്വാസമായില്ല. പിന്നെ അവൻ സംശയത്തോടെ ചോദിച്ചു, നിങ്ങളല്ലാതെ പിന്നെ ആരെയാ വിളിക്കുക? നിങ്ങൾ തന്നെയാ. എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. വേറൊരു സർപ്രൈസും കൂടിയുണ്ട്. അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് വായോ. വേദ സർപ്രൈസ് ഇട്ട് കൊടുത്തു. അന്നേരം വിക്രം ആലോചനയിലായി. എന്തായിരിക്കും ആ സർപ്രൈസ്? അവൻ ആകാംക്ഷയോടെ വീട്ടിലേക്ക് തിരിച്ചു. വിക്രം വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ വേദ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതോടുകൂടി തന്നെ അവൾ ഓടിയെത്തി. എവിടെയായിരുന്നു നിങ്ങൾ ഇത്ര നേരം? വർക്ക്ഷോപ്പിലേക്ക് പോയില്ലെന്നറിഞ്ഞു. അതൊക്കെ പോട്ടെ, നിങ്ങൾ അങ്ങോട്ടേക്കൊന്ന് നോക്കി എന്ന് പറഞ്ഞ് അവൾ ആ മുറിയുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ കണ്ണുകളൊക്കെ വിടർന്നു. അത് ശരിക്കും തൻ്റെ മുറി തന്നെയാണോ? പണ്ടത്തെക്കാളും സുന്ദരമായി വൃത്തിയായി ആ മുറി അലങ്കരിച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ സന്തോഷം തിരതല്ലി. അവൻ വേദയെ നോക്കി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഈ മുറിയിൽ ആരും കയറരുതെന്നും ഇവിടെ പണിയൊന്നും ചെയ്യരുതെന്നും അച്ഛൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടും അച്ഛൻ ഇതിനൊക്കെ സമ്മതിച്ചോ? വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ്റെ മനസ്സ് നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്ക് ആ മനസ്സ് നന്നായിട്ടറിയാം. വിക്രം സന്തോഷത്തോടെ മുറിയിലേക്ക് കയറി ചുറ്റും നോക്കി. MLA വാസവൻ തീയിട്ട ആ മുറിയുടെ പഴയ ഓർമ്മകൾ അവനെ വേദനിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മുറി സ്വർഗം പോലെ തനിക്ക് തോന്നി. എന്നാലും നീ അച്ഛനെ കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വീണ്ടും അത്ഭുതത്തോടു കൂടെ തന്നെ വിക്രം വേദയോട് ചോദിച്ചു. ശ്രീജേച്ചിയുടെ പുതിയ ബിസിനസ് ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞാണ് ഞാനിത് സമ്മതിപ്പിച്ചത്. ബിസിനസ് ചെയ്യാൻ ഒരു മുറി ഏതായാലും വേണമല്ലോ. പിന്നെ അച്ഛൻ അങ്ങനെ വിലക്കിയെങ്കിലും നിങ്ങൾക്കിത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നും വേദ പറഞ്ഞു. എന്താ വിക്രമിന് സന്തോഷമായോ എന്ന് വേദ ചോദിച്ചു.
അന്നേരം ഒരു പുഞ്ചിരിയോടുകൂടെ തന്നെ വിക്രം പറയുന്നുണ്ട്, ഒത്തിരി സന്തോഷമായി. ഈ മുറിയിലേക്ക് കയറുമ്പോൾ പഴയ ദുരന്തങ്ങൾ ഓർമ്മ വരുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി വലിയ ആശ്വാസം തോന്നുന്നു എന്ന് വിക്രം വികാരഭരിതനായി പറഞ്ഞു. പിന്നീട് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു. വിക്രമിന് അച്ഛൻ ഭക്ഷണം വാരി നൽകിയത് കണ്ടപ്പോൾ വിക്രമിന് മാത്രമല്ല കണ്ടു നിന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. വിശ്വന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം വിക്രമിന് അത്ഭുതമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു. എന്നാൽ നന്ദിനി മാത്രം അസൂയയോടെ ഇതെല്ലാം തന്നെ നോക്കി നിന്നു. രാത്രിയിൽ മുറിയിൽ പെയിന്റ് അടിക്കാൻ വിക്രമും കൂടി. വിശ്വനും വിനായകനും വിക്രമും ചേർന്ന് കട്ടിലുകൾ മാറ്റുകയും പെയിന്റ് അടിക്കുകയും ചെയ്തു. അവർക്കിടയിൽ ഒരു പുതിയ സ്നേഹബന്ധം രൂപപ്പെടുകയായിരുന്നു. പണികൾക്കിടയിൽ മാഷ് അങ്ങോട്ടേക്ക് വന്നു നോക്കി. നന്ദിനി വെറുതെ നിൽക്കുന്നത് കണ്ട് മാഷ് ചോദിച്ചു, നന്ദിനി മാത്രമെന്താ ഇവിടെ വെറുതെ നിൽക്കുന്നത്? ആ തറയെങ്കിലും ഒന്ന് വൃത്തിയാക്കിക്കൂടെ? ഇത് കേട്ട ഉടനെ തന്നെ വേദ ഒരു ചൂലെടുത്ത് നന്ദിനിയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. നിവൃത്തിയില്ലാതെ ദേഷ്യം കടിച്ചമർത്തി നന്ദിനി ഏതായാലും തറയെല്ലാം അടിച്ചു വാരി. വിക്രമും വേദയും ചിരിച്ചുകൊണ്ട് തന്നെ അത് നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് രാത്രി തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം വിക്രം ചിന്തിച്ചപ്പോഴാണ് വേദ അവിടേക്ക് വന്നത്. ഇന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമാണെന്ന് എനിക്കറിയാം. മാറാല പിടിച്ച് കിടക്കുന്ന ഈ മുറി ഇപ്പോൾ വെളിച്ചമുള്ളതായി മാറിയല്ലേ? ഇതുപോലെ നിങ്ങളുടെ ജീവിതവും മാറണം. ആ പഴയ വിക്രമിൽ നിന്നും പുതിയൊരു വിക്രമിലേക്ക് മാറണം. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, വേദ പറഞ്ഞു. വിക്രം ചോദിക്കുന്നത്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ട് അടുപ്പം തുടരുന്നു. അയാളാണ് എല്ലാ ചതിക്കും പിന്നിൽ, വേദ ഓർമ്മിപ്പിച്ചു. എന്നാൽ വിക്രം അത് സമ്മതിച്ചില്ല. നീ കരുതുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ വേദേ. വിനായകൻ ചേട്ടനാണ് അച്ഛൻ്റെ ബാഗിൽ അന്ന് അത് വെച്ചത് എന്ന കാര്യമൊന്നും തന്നെ ശ്രീനിവാസൻ സാറിന് അറിയില്ലായിരുന്നു. സാർ ഒരിക്കലും കള്ളം പറയില്ല. വിക്രം വീണ്ടും ശ്രീനിവാസനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. വേദ വിട്ടുകൊടുത്തില്ല. നിങ്ങൾക്കതൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കതിന് പറ്റില്ല. നിങ്ങൾ നിരപരാധിയാണ് എന്നും യഥാർത്ഥ പ്രതി ആരാണെന്നും ഞാൻ തെളിയിക്കും. അച്ഛന് വേണ്ടിയാണ് നിങ്ങൾ കുറ്റം ഏറ്റെടുത്തതെന്ന സത്യം ഞാൻ അച്ഛനോട് പറയും. ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ യഥാർത്ഥ മുഖം ഞാൻ വലിച്ചു കീറും, വേദ ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. വിക്രം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, മാലയിട്ടതോടെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് സമാധാനം വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് നശിപ്പിക്കണോ? അന്നേരം വിക്രം ചോദിക്കുന്നത്, നിങ്ങൾ ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് തരാൻ പറ്റുമോ? അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ മൗനം പ്രാപിച്ചു. അതൊരിക്കലും നടക്കുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു. വേദ പറയുന്നുണ്ട്, എന്നാൽ ശരി, സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ തന്നെ അയാളെ തള്ളി പറയും, വേദ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ വേദയുടെ വാക്കാണോ അതോ ശ്രീനിവാസൻ സാറിൻ്റെ വാക്കാണോ വിശ്വസിക്കേണ്ടത് എന്നറിയാതെ ആകെ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുമായിരിക്കും വിക്രം. പിറ്റേന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ടാണ് അച്ചമ്മ വീട്ടിലേക്ക് എത്തിയത്. വേദ ഓടിച്ചെന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിച്ചു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കമലം എന്നെ വിളിച്ചു പറയാറുണ്ട്, അച്ചമ്മ പറഞ്ഞു. അന്നേരം വിക്രം മാലയിട്ടതും വിക്രം ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേദ മുത്തശ്ശിയെ അറിയിച്ചു. അച്ചമ്മ പറയുന്നുണ്ട്, അവൻ മാലയിട്ടതും നീ അവനെ കൊണ്ട് ഇടിയിപ്പിച്ചതും അവൻ്റെ മാറ്റങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു മോളെ. നീ ഇനി ഒരിക്കലും അവനെ കൈവിടരുത്, അച്ചമ്മ വേദയെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീജയും നന്ദിനിയും കമലമ്മയുമെല്ലാം തന്നെ അങ്ങോട്ടേക്ക് വന്നു. ശ്രീജയുടെ പുതിയ ബിസിനസ് തുടങ്ങുന്നതിൽ അച്ചമ്മ സന്തോഷം പ്രകടിപ്പിച്ചു. എന്നാൽ നന്ദിനിയെ കണ്ടപ്പോൾ അച്ചമ്മ വിട്ടില്ല. നിന്റെ മുഖത്തിപ്പോഴും അസൂയയും കുശുമ്പും മാത്രമാണല്ലോ നന്ദിനി. നീയും എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങി ആ സ്വഭാവത്തിനൊരു മാറ്റം വരുത്ത്. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. നന്ദിനി നാണം കെട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയി. അപ്പോഴേക്കും വിക്രം ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെത്തി. ചന്ദ്രവും മാലയിട്ട് പ്രസന്നമായി നിൽക്കുന്ന വിക്രമിനെ കണ്ടപ്പോൾ അച്ചമ്മക്ക് തൻ്റെ പഴയ വിക്രമിനെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഇപ്പോഴാ നീ ശരിക്കും എൻ്റെ വിക്രമായത്, അച്ചമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് അച്ചമ്മ വേദയോട് പറഞ്ഞു, വിക്രമിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ മോളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനി അച്ഛനെയും മകനെയും തമ്മിൽ അടുപ്പിക്കണം. അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അച്ചമ്മ വേദയോട് വിക്രമിനെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ അച്ചമ്മ വിക്രമിനെ എങ്ങനെയെങ്കിലും വേദയെക്കൊണ്ട് മാറ്റിയെടുപ്പിക്കാന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അന്ന് ശ്രീജയുടെ പിറന്നാൾ ദിവസമായിരുന്നു. വേദയും അച്ചമ്മയും ചേർന്ന് അത് ശരിക്കും ഒരു സർപ്രൈസാക്കി മാറ്റി. ഉറങ്ങിക്കിടക്കുന്ന ശ്രീജയെ വിളിച്ചുണർത്തി അവർ കേക്ക് മുറിച്ച് ആ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചു. ശ്രീജയ്ക്ക് അത് വലിയ സന്തോഷമായി. ആ വീട് ഒരു ഉത്സവം പോലെയായി മാറി. വിക്രം അന്ന് രാത്രി ഉറങ്ങിയത് വലിയ സമാധാനത്തോടെയാണ്. തൻ്റെ ജീവിതത്തിലെ ഈ നല്ല മാറ്റങ്ങൾക്കെല്ലാം കാരണം വേദയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ വിക്രമിൻ്റെ കൂടെ അമ്പലത്തിൽ പോവാൻ വേദയും ഒരുങ്ങി വന്ന വേദയെ വിക്രം കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു. ഇനി എന്നും നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് ഞാനും വരുമെന്ന് പറയാണ് വേദ. അങ്ങനെ അവരൊന്നിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവരുടെ മനസ്സുകൾ കൂടുതൽ അടുത്തു. പ്രണയത്തിൻ്റെ വിത്തുകൾ അവരുടെ ഹൃദയത്തിൽ മുളപൊട്ടി.
എന്നാൽ പുറത്ത് കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. വിക്രമിനെ ചതിക്കാൻ വേണ്ടി വീണ്ടും ശ്രീകാര്യം ശ്രീനിവാസനും MLA വാസവനും ഒന്നിച്ചിരുന്നു. അഭിലാഷും സംഘവും ചേർന്ന് വിക്രമിനെ ക്രൂരമായി ആക്രമിക്കാനും കൊല്ലാനും പദ്ധതിയിട്ടു. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിവരുന്ന വഴിയിൽ അഭിലാഷും ഗുണ്ടകളും വിക്രമിനെയും വേദയെയും തടഞ്ഞു നിർത്തി. മാലയിട്ടതുകൊണ്ട് തന്നെ വിക്രം തിരിച്ചടിച്ചില്ല. അവർ വിക്രമിനെ ഉപദ്രവിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ വേദ ഇടക്ക് കയറി. അവൾ വിക്രമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. എൻ്റെ വിക്രമിനെ തൊട്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അഭിലാഷ് വാളുമായി വിക്രമിനെ നേരെ പാഞ്ഞെടുത്തു. വേദ മുന്നിലേക്ക് ചാടി. അഭിലാഷ് അവളെ പിടിച്ചു മാറ്റി. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് ദർശൻ എത്തിച്ചേർന്നു. ദർശൻ അഭിലാഷിനെ ചവിട്ടി വീഴ്ത്തി. അതോടെ ഗുണ്ടകളെല്ലാം തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ് വിക്രം വേദനയോടെ നിൽക്കുന്നത് കണ്ടിട്ട് വേദ കൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. ദർശൻ അവർക്കൊരു മുന്നറിയിപ്പ് നൽകി. വിക്രം, നീ ഇനി സൂക്ഷിക്കണം. നിനക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമാണ്. ശ്രീകാര്യം ശ്രീനിവാസനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. അയാൾ MLA വാസവനുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് നിന്നെയും ഉപദ്രവിക്കുന്നത്. നിന്നെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ ദർശൻ വിക്രമിനോട് പറയും. വിക്രമിനെ താങ്ങിപ്പിടിച്ച് വേദ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നു. വിക്രമിനാണെങ്കിൽ പരിക്കേറ്റതുകൊണ്ട് തന്നെ സ്വയം നടക്കാൻ പോലും കഴിയുന്നില്ല. എന്നെ പിടിച്ചു നടക്കൂ വേദ, വിക്രം പറഞ്ഞു. വിക്രം അവളുടെ തോളുകളിലൂടെ കൈയിട്ട് നടക്കുമ്പോൾ വേദയുടെ കണ്ണുകളെല്ലാം തന്നെ നിറയുന്നുണ്ടായിരുന്നു. അത് കണ്ട് വിക്രമിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. വേദക്ക് തന്നോട് അഗാധമായ സ്നേഹമുണ്ട്. അവൾ ഒരിക്കലും തന്നെ വിട്ടു പോവില്ല. ഏതാപത്തിലും തനിക്ക് താങ്ങായി അവൾ കൂടെ ഉണ്ടാവും. വേദയുടെ തണലിൽ ഒതുങ്ങിക്കൂടാൻ വിക്രവും ആഗ്രഹിച്ചിരുന്നു. ആ ഒരു സുരക്ഷിത ബോധം അവനെ പൊതിഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് തന്നെ നടന്നെത്തുമ്പോൾ കമലമ്മയും മറ്റുള്ളവരെല്ലാം തന്നെ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രമിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സുധാകരൻ മാഷിന്റെ മുഖം മാറി. വിക്രം മാലയിട്ടിട്ട് പോലും വീണ്ടും അടിപിടി വഴക്കിനൊക്കെ പോയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മാഷ് ദേഷ്യപ്പെടാൻ വന്നപ്പോഴായിരിക്കും നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വേദ വിവരിക്കുന്നത്. അങ്ങനെ അച്ചമ്മയും മാഷും കമലമ്മയും എല്ലാവരും വിക്രമിന്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും വിക്രമും ശ്രീനിവാസൻ സാറിന്റെ ചതിയെല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. വേദ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണെന്നുള്ള കാര്യം വിക്രമിന് ബോധ്യപ്പെടും. എന്നേക്കുമായി ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൽ നിന്നും വിക്രമിനെ അടർത്തി മാറ്റാമെന്ന ആ ഒരു വേദയുടെ ആഗ്രഹം പൂർത്തിയായി. ശ്രീനിവാസൻ സാറും MLA വാസവനും ചേർന്നിട്ടാണ് തന്നെ കൊല്ലാനുള്ള പദ്ധതിയിട്ടത് എന്നും ശ്രീനിവാസൻ സാർ എന്നും തൻ്റെ തകർച്ച മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യമെല്ലാം തന്നെ വിക്രം തെളിവ് സഹിതം തന്നെ ബോധ്യപ്പെടും വിക്രമിന്. അതോടുകൂടെ തന്നെ വേദയുടെ കൂടെ ചേർന്ന് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന വിക്രമിനെ കേട്ടോ ഇനി ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.